പേര് വിനോദ്, കോഴിക്കോട് കുന്നമംഗലാണ് സ്വദേശം. കഴിഞ്ഞൊരു 7 വർഷമായി RCM എന്റെ പ്രൊഫഷൻ, RCM എന്റെ തൊഴിൽ. RCM മാത്രമേ ഉള്ളൂ എന്റെ കുടുംബത്തിലെ വരുമാന മാർഗം. ഒരു 15 വർഷക്കാലം കോഴിക്കോട് RCM ഹോസ്പിറ്റലായിരുന്നു. അവിടുത്തെ ജോലിയോടൊപ്പം വളരെ പാർട്ട് ടൈമായിട്ട് വളരെ ആകർഷകമായിട്ടാണ് RCM ഉൽപ്പന്നങ്ങൾ പരിചയപ്പെട്ടത്. അതെന്റെ ജീവിതമാകുമെന്നോ എന്റെ പ്രൊഫഷൻ ആകുമെന്നോ ഒരിക്കലും വിചാരിച്ചല്ല. ഇപ്പോൾ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ കരിയറായിട്ട് പറയുന്ന സമയത്ത് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? അംഗീകരിക്കുന്നില്ല. പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്, അപ്പൊ ശരിക്കും എന്താ ജോലി എന്താന്ന് ചോദിക്കാറുണ്ട്. എന്ത് ചെയ്യുമ്പോൾ ബിസിനസ് ആണ്, എന്ത് ബിസിനസ്, RCM ബിസിനസ് അല്ല, അപ്പൊ ശരിക്കും എന്താ ജോലി ചോദിക്കില്ല അങ്ങനെ അല്ലേ? ഡയറക്ട് സെല്ലിംഗ് ഒരു ജോലിയായിട്ട് ഒരു പ്രൊഫഷനായിട്ട് ആളുകൾ അംഗീകരിച്ച് വരുന്നതേ ഉള്ളൂ. നമുക്ക് കിട്ടിയ ഭാഗ്യം എന്താണെന്നറിയോ? അതിന്റെ മുൻനിരക്കാരാവാൻ കഴിയുന്നതാണ്. നമ്മൾ തുടക്കത്തിലേ അറിഞ്ഞല്ലോ, തുടക്കത്തിലെ ഇൻഡസ്ട്രിയുടെ ചേഞ്ച് അറിഞ്ഞല്ലോ. ഡയറക്ട് സെല്ലിംഗ് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ പവറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. അപ്പം RCMന്റെ ഒരു അവസരങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അവസരങ്ങളുടെ ലോകമാണ് ഇന്നത്തെ ലോകം. അവസരങ്ങളുടെ ഒരു കലവറയാണ്, ശരിക്കും അവസരങ്ങളുടെ കലവറയാണ്. പക്ഷെ അത് മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് അവസരം കിട്ടുക. ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ ഒന്ന് കിട്ടും അല്ലെ? നമ്മുടെ മുമ്പിൽ നമ്മുടെ ഡോറിൽ ഒന്ന് കിട്ടും. ഓപ്പർച്യൂണിറ്റി കം ആൻഡ് നോക്ക് യുവർ ഡോർസ് വൺസ് ഇൻ എ വൈൽ, വല്ലപ്പോഴും ഇരിക്കുക. പക്ഷെ അത് ഒരു അവസരമാണെന്നും എനിക്കുള്ള അവസരമാണെന്നും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്ന ആളുകളാണ് ലൈഫിൽ സക്സസ് ആവുക. അത് ഏത് രംഗത്താണെങ്കിലും. അപ്പൊ നമുക്കൊന്ന് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ ജീവിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾ തൃപ്തരാണോ? സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പൊ ജീവിക്കുന്ന ജീവിതത്തിൽ തൃപ്തരാണോ? മെച്ചപ്പെട്ട മറ്റൊരു വരുമാന മാർഗം ആഗ്രഹിക്കുന്നുണ്ടോ? മെച്ചപ്പെട്ട ഒരു ബിസിനസ് ചെയ്യുന്ന ആഗ്രഹമുണ്ടോ? എത്ര ആഗ്രഹമുണ്ട്? ഇപ്പൊ ജീവിക്കുന്ന ജീവിതത്തിൽ തൃപ്തർ മാത്രം അറിയപ്പെടാവോ? ഇപ്പൊ ജീവിക്കുന്ന ജീവിതം, ഇപ്പൊ കിട്ടിക്കുന്ന വരുമാനം, ഇപ്പോൾ ഉള്ള ആരോഗ്യം, ഇപ്പോൾ ഉള്ള സാമൂഹിക സ്റ്റാറ്റസിലുള്ള തൃപ്തരാണെന്ന് ആർക്കും ഇല്ല. അങ്ങനത്തെ അഭിപ്രായം 1-2 ആൾക്കാർ മാത്രം കൈപൊക്കിയിട്ടുണ്ട്. ഇനി കൈപൊക്കേണ്ടത് പൊക്കണോ വേണ്ടോന്നുള്ള കൺഫ്യൂഷൻ പറയും. കാര്യം കൊണ്ട് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടില്ല. ഞാനൊരു ജോലിക്കാരനായിരുന്നു. ജോലിക്കാരെ സംബന്ധിച്ചോളം ശരിയാണെങ്കിൽ നിങ്ങൾ എംപ്ലോയീസ് എത്ര ആൾക്കാരുണ്ട്? ശരിയാണെങ്കിൽ പറയണം. മാസത്തിൽ നമുക്ക് സാലറി മ്യൂച്വൽ ആണെങ്കിൽ ലാസ്റ്റ് വർക്കിംഗ് ഡേ സാലറി അക്കൗണ്ടിൽ എടുത്താവും, കറക്റ്റായിട്ട് എടുത്താവും. ഏകദേശം ഒരു 10-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനത്തിലെത്തും. 15-ാം തീയതി ആകുമ്പോഴേക്കൊക്കെ ദാരിദ്ര്യത്തിലേക്ക് കടക്കും. അങ്ങനെയാണോ എംപ്ലോയീസ്? ആണോ? അങ്ങനെ തന്നെ എംപ്ലോയീസ് അങ്ങനെ ആവുള്ളൂ, അങ്ങനെ ആവാനേ കഴിയുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ഒരുപാട് ചെലവുകൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ലോൺ അടച്ച് ഇഷ്ടംപോലെ ലോൺ കിട്ടും. 0% EMI ഒക്കെ അല്ലേ? നോക്കോസ്റ്റ് EMI ഒക്കെയുള്ള കാലത്ത് ഇഷ്ടംപോലെ നമ്മളെ വാങ്ങിപ്പിക്കാൻ ആൾക്കാർ മത്സരിക്കുക. വാങ്ങിപ്പിക്കാൻ ഫുൾ പേജ് പരസ്യങ്ങളാണ് പല പല സൂപ്പർ മാർക്കറ്റുകളുടെയും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്പുകളുടെയൊക്കെ. കണ്ടാലോ? നമ്മളെ അങ്ങോട്ട് എത്തിക്കാനുള്ള പരസ്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കാര്യം പോക്കാം. നമ്മൾ വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കാണാൻ കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 1000 രൂപ പോകുന്ന പോക്കല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് എവിടെ എത്തുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ എവിടെ എത്തുന്നില്ല. പക്ഷെ പ്രോബ്ലം എന്താണ്? നിലവിലുള്ള ജോലിയും വരുമാന മാർഗവും വിദ്യാഭ്യാസവും സാമൂഹിക പശ്ചാത്തലവും കൂടാതെ പ്രായവും മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ തടസ്സമാണെന്ന് തോന്നലുണ്ടോ? തോന്നലുണ്ടോ? നിലവിലുള്ള ജോലി, നിലവിലുള്ള വിദ്യാഭ്യാസ യോഗ്യത, നിലവിലുള്ള സാമൂഹ്യ പശ്ചാത്തലം, നിലവിലുള്ള വരുമാനം അല്ലെങ്കിൽ പ്രായം, ഇതൊക്കെ നമുക്കൊരു മെച്ചപ്പെട്ട ജീവിതം എത്തിച്ചേരാൻ തടസ്സമാണോ? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞാണ്, ഒരു വ്യക്തി 40 വയസ്സ് കഴിഞ്ഞു സാറേ, ഇനിയിപ്പോ എന്ത് സ്വപ്നം എന്ന് ചോദിച്ചത്. എത്ര വയസ്സ് കഴിഞ്ഞു? 40 വയസ്സ് കഴിഞ്ഞു സാറേ, ഇനി എന്ത് സ്വപ്നം? 40 വയസ്സ് ജീവിതം കഴിഞ്ഞിരിക്കുക. പലർക്കറിയാം ഒരു 40-45 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ജീവിതത്തിൽ നിരാശ ബാധിക്കും. ഇനിയിപ്പോ എന്ത് ജീവിതം അല്ലെ? ഇനിയിപ്പോ എങ്ങനെ തട്ടിമുട്ടും? കാരണം പുതിയ ജോലി കണ്ടെത്താൻ കഴിയില്ല, പുതിയൊരു ബിസിനസ് കണ്ടെത്താൻ കഴിയില്ല. ലോൺ എടുത്ത് ബിസിനസ്സിലുള്ള ധൈര്യമില്ല. കാരണം നമ്മുടെ കൺമുമ്പിലുള്ളത് എക്സാമ്പിൾസ്, പൊട്ടിപ്പൊളിഞ്ഞ ആൾക്കാർ എക്സാമ്പിൾസാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് തടസ്സമാണ് നമുക്ക് തോന്നലുണ്ടെങ്കിൽ എന്ത് വേണം? ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നില്ലേ? ഞാൻ ഉറപ്പ് പറയാം, എത്ര മനുഷ്യായുസ് എത്രയാ? ഒരു മനുഷ്യായുസ് എത്രയാ പറയാൻ പറ്റും ആൾക്ക്? 120 പറയുന്നില്ലേ? ഇവിടെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ആൾക്കാർ. ഈ മുന്നിലെ ആൾക്കാർ 120 വിളിച്ചു. ഞാൻ പറയുന്നത് 120 അല്ല. പുതിയ പഠനങ്ങൾ പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഓർഗൻസ് ഒക്കെ 150 വയസ്സ് വരെ പ്രവർത്തിക്കാൻ പാകമുള്ളതാണെന്നാണ് പറയുന്നത്. കേട്ടോ ആരെങ്കിലും? അങ്ങനെ ഉണ്ട്. 150 വയസ്സ് വരെ ജീവിക്കാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ഇനി 100 വയസ്സ് വരെ ജീവിക്കും അല്ലേ? വേണ്ട, നെക്സ്റ്റ് ഒരു 40-50 വയസ്സ് വർഷം കൂടെ ഇനിയുള്ള നമ്മളൊക്കെ ജീവിക്കും നമ്മൾ സങ്കല്പിച്ചോളൂ. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വരുമാനം ഉണ്ടാവും. ഇപ്പോൾ 60 വയസ്സുള്ള ആളാണെങ്കിൽ ഇനി 40 വയസ്സോട് ജീവിക്കണമെങ്കിൽ ഇനിയുള്ള പ്രായം എന്താണ്? ജോലി ചെയ്യാനുള്ള ആരോഗ്യം കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. ഇനി പോയിട്ട് ഒരു ഡിഗ്രി MBA ഒക്കെ പഠിച്ച് പുതിയ ജോലി കണ്ടെത്താൻ പറ്റുമോ? നടക്കുന്ന കാര്യമല്ല. അപ്പൊ എന്താ ഓപ്പർച്യൂണിറ്റി? മാന്യമായി ജീവിക്കണ്ടേ?
നല്ല ജീവന നിലവാരത്തിൽ എത്തണ്ടേ? അവിടെയാണ് നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെട്ടാൽ പോകുന്നത്. നമുക്ക് ഇന്ന് ലോകത്തിലുണ്ട് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഓപ്പർച്യൂണിറ്റി, ഡയറക്ട് സെയിൽസ്. 21ാം നൂറ്റാണ്ടിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഡയറക്ട് സെല്ലിംഗ് അറിയപ്പെടുന്നു, ഡയറക്ട് സെല്ലിംഗ്. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നും അതിന്റെ സാധ്യത എന്താണെന്നും ഇപ്പോഴും ആളുകൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ആദ്യമേ മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് ആളുകളാണ് നമ്മളെല്ലാവരും. ഒരു കൈയ്യടിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആവാം. കൈയ്യടിക്കുന്നതിനൊക്കെ ഗ്യാപ്സുകൾക്ക് ഭാവിയിൽ മനസ്സിലാവും എന്താണ് കൈയ്യടിക്കുന്നത്. ജോലി പോലെ ചെയ്യാൻ കഴിയുന്ന ബിസിനസ്, അല്ലെങ്കിൽ ബിസിനസ് പോലെ ചെയ്യാൻ കഴിയുന്ന ജോലി. ശരിയാണോ? ആണോ? ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അങ്ങനെയാണ്, ജോലി പോലെ ചെയ്യാൻ കഴിയും. ജോലി എങ്ങനെയാ? നിശ്ചിത സമയം, നിശ്ചിത വർക്ക് ഒക്കെ ഷെഡ്യൂൾഡാണ്. ബിസിനസ് എങ്ങനെയാ? ബിസിനസ് അല്ലേ, ബിസിനസ് പോലെ ചെയ്യാൻ, ജോലി പോലെ ചെയ്യാൻ. എങ്ങനെയാണ് നമ്മുടെ കൺവീനിയൻസ് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഡയറക്ട് സെല്ലിംഗ്. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? സാധാരണ കമ്പനികൾ എന്ത് ചെയ്യുക? ഇടത്തട്ടുകാരും പരസ്യം വഴി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഇടത്തട്ടുകാരെയും പരസ്യത്തിനെയും പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഉപഭോക്താവിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന സംവിധാനമാണ്, നൂതന വിപണന സംവിധാനമാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം. ഡയറക്ട് സെല്ലിംഗിന് ഇന്ത്യ ഗവൺമെന്റ് ഡയറക്ട് സെല്ലിംഗ് ഗൈഡ്ലൈൻസ് ഇഷ്യൂ ചെയ്തു, നിയമവരികൾ വന്നു. ഇപ്പോഴും ആളുകൾ ഡയറക്ട് സെല്ലിംഗ് എന്താണ്, മണി ചെയിൻ എന്താണെന്ന് പറയാനുള്ള നട്ടം ചുറ്റാണ്. ആശയം കൊണ്ട് ചെല്ലുമ്പോഴും പലർക്കും ചെയ്തു മണി ചെയിൻ അല്ലേ, ഇത് അതുപോലെയല്ലേ, ഇത് ഇതുപോലെയല്ലേ, ഞാൻ അത് കേട്ടിട്ടുണ്ട്, കേൾക്കാറില്ലേ? ഇല്ലേ? 20,000 25,000 പ്രോഡക്റ്റ് വാങ്ങി കട്ടിലടിയിട്ട് വലിയ മാന്യമായിട്ടിരിക്കുന്ന ആൾക്കാർ പറയും അതുപോലെയല്ലേ ഇതെന്ന്. അതുപോലെയാണോ? അല്ല. ഡയറക്ട് സെല്ലിംഗ് ഒരു ലീഗൽ ബിസിനസ് ആണ്. അത് ലീഗൽ കമ്പനികൾ ചേർന്ന് കേട്ടോ. എവിടെയെങ്കിലും പോയി ചേർന്ന് ലീഗലാന്ന് പറഞ്ഞ കാര്യമില്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2021 നിലവിൽ വന്നു. ഇന്ത്യയിൽ നിന്നൊരു ലീഗൽ ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. മോണിറ്ററിംഗ് അതോറിറ്റി, കേരള ഗവൺമെന്റ് മോണിറ്ററിംഗ് അതോറിറ്റി നിലവിൽ വന്നു. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് ഡയറക്ട് സെല്ലിംഗ് ഒരു ലീഗൽ ബിസിനസ് ആണെങ്കിൽ 2021 ആ റൂൾസ് പ്രാപിക്കുന്ന റൂൾസിലെ പ്രധാനപ്പെട്ട ചട്ടമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാവുന്നത്. അത് ആദ്യമായിട്ട് നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. നമുക്ക് നല്ലൊരു കൈയ്യടി വേണ്ടി നമുക്ക് നൽകാം. കാരണം ഇന്ന് കേരളത്തിൽ നല്ലപോലെ പ്രത്യേക കമ്പനികളെ തിരിച്ചറിയാം. അതിനൊരു തുടക്കകാലത്ത് പോസ്റ്റ് വ്യക്തിയാണ് നമ്മുടെ MC ആയിട്ട് വന്ന വേണുഗോപാൽ സാർ. ആ കമ്പനികളെ തിരിച്ചറിയാൻ വേണ്ടിട്ട്. അപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് പ്രധാന വ്യത്യാസം എന്താണ്? സാധാരണ കമ്പനികൾ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയാൽ അഡ്വർടൈസ്മെന്റ് സഹായത്തോടുകൂടി, ഏജന്റുമാരുടെ സഹായത്തോടുകൂടി, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ സഹായത്തോടുകൂടി, ഹോൾസെയിലേഴ്സിൽ കൂടി റീറ്റെയിൽ ഷോപ്പിൽ എത്തിക്കുന്നു. റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ വാങ്ങിക്കുന്നു. ശരിയല്ലേ? നമ്മൾ വർഷങ്ങളായിട്ട് ഈ രീതിയിലാണ് സാധനം വാങ്ങിച്ചു. നമ്മൾ നമ്മുടെ തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിൽ പോയി സാധനം വാങ്ങിക്കും. ഈ ഷോപ്പിൽ എവിടെ സാധനം എത്തും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ അതിന്റെ നിർമ്മാണ ചെലവും ലാഭം അടക്കം കമ്പനിക്ക് 40 രൂപ മതി. ബാക്കി 60 രൂപ കൊടുക്കുന്നു. ഇടത്തട്ടുകാർ പരസ്യക്കാർക്കും കച്ചവടക്കാർക്കും കൊടുക്കുന്നു. ശരിയല്ലേ? ശരിക്കും ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കിയേ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശിന്റെ 60% കൊടുത്ത് നമ്മൾ വളർത്തി വലുതാക്കാൻ എടുത്ത എല്ലാ ബിസിനസ് സംവിധാനങ്ങളെയും ആണോ? നമുക്കെന്താ റോളിലൂടെ നമുക്കെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയില്ല. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ എന്ത് വേണം? ഈ സംവിധാനത്തിൽ ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ എന്ത് വേണം? കാശ് മുടക്കിയിട്ട് ഒരു കച്ചവടക്കാരനാവണം. അല്ലാതെ വേറെ മാർഗമുണ്ടോ? വേറെ ഒരു മാർഗമില്ല. എത്ര മുടക്കാം തുടങ്ങണമെങ്കിൽ? ഏറ്റവും ചുരുങ്ങിയ 5 മുതൽ 10 ലക്ഷം മുടക്കാതെ ആലോചിക്കാൻ പറ്റില്ല. പറ്റുമോ? അത് മുടക്കാനുള്ള ധൈര്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ ജോലിക്കാരായിട്ട് ചുരുങ്ങി വരുമാനം കഴിഞ്ഞു വിടുന്നത്. ശരിയല്ലേ? എന്നാൽ ഇവിടെ നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി തരാൻ ഡയറക്ട് സെല്ലിംഗിൽ എന്താണ് ഇവിടെ? ഡയറക്ട് സെല്ലിംഗിൽ മാനുഫാക്ചർ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിലേക്ക് സാധനം എത്തിക്കുന്നു. ഇടത്തട്ടുകാർ കച്ചവടക്കാരുമില്ല. ഒരു 40 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന കമ്പനി ഒരു 80 രൂപയ്ക്കെങ്കിലും നമ്മുടെ അടുത്ത് എത്തും സാധനം. പ്ലസ് മാർക്കറ്റിംഗ് എക്സ്പെർട്സ് ഇല്ല. അത് ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉപഭോക്താക്കൾക്ക് തന്നിരിക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗിൽ ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിരിക്കുകയാണ്. വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ്. 1 രൂപ പോലും മുടക്കുമതി ഇല്ലാതെ ലക്ഷങ്ങൾ ബിസിനസ് ചെയ്യാനുള്ള അവസരം. ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. വ്യത്യസ്ത കമ്പനികളുണ്ട്. 2.5 ലക്ഷം കമ്പനികൾ ഇപ്പൊ നിലവിലുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഗവൺമെന്റ് പറഞ്ഞ് 8 കമ്പനികൾ ലീഗലായിട്ടുണ്ടെന്ന് പറയുന്നത്. അതിനകത്ത് YRCM. ഈ സ്റ്റേറ്റിൽ നിന്ന് ഞാൻ പറയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ട് സെല്ലിംഗ് കമ്പനി അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി RCM ആണെന്നുള്ളത് ഞാൻ ധൈര്യമായിട്ട് പറയും. കാരണം എനിക്ക് RCM അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ട് അറിയാത്തതാണ് കൈയുടെ വലിപ്പം കുറഞ്ഞു പോയത് അല്ലേ? ശരിയാണോ? അന്ന് കൈയടിച്ച YRCM ഉത്തരവാണ്. YRCM ഈ ഫോൺ നടന്നു കഴിഞ്ഞിരിക്കുന്നെങ്കിൽ RCM ശരിയായി മനസ്സിലാക്കിയാണ്. നോക്കാം എന്തുകൊണ്ട് RCM അത് 25 വർഷത്തെ എക്സ്പീരിയൻസ്. 25 വർഷം എക്സ്പീരിയൻസ്. 25 വർഷം എക്സ്പീരിയൻസ് ഉള്ള എത്ര ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നിങ്ങൾക്ക് പരിചയമുണ്ട്? ഫ്ലൈ ബൈ നൈറ്റ് സ്കീമുകളോ ബാക്കിയുള്ള ഇന്നൊന്നും നാളെ കാണും. ആ പേര് നാളെ കാണൂല ഇല്ലേ? ഇന്നൊരു കമ്പനി ചേർത്തിട്ട് പോകും. നാളെ അതേ ആൾക്കാർ വേറെ കമ്പനിയുടെ പേര് പറയും. അതിനേക്കാൾ നല്ലതാന്ന് പറയും. അതവിടെ പോയി അവിടെ പോയി ആരൊക്കെയോ കാശ് നെട്ടിച്ച് എവിടേക്കോ പോയ ഒരുപാട് കമ്പനികളാണെങ്കിൽ 25 വർഷമായിട്ട് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നെഞ്ചി വെച്ച് നിൽക്കുന്ന ഒരു കമ്പനിയാണ് RCM. നമുക്ക് നോക്കാം എന്താണ് RCM വെച്ചാൽ. RCM റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്, ശരിയായ വിപണന രീതി. അതിന്റെ ഫുൾ ഫോം അതാണ്. ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാം.
അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. 2000 ആർസി എന്നുള്ള കമ്പനി ഉണ്ടായതെങ്കിൽ, ആർസി എന്നുള്ള ബ്രാൻഡ് നെയിം ഉണ്ടായതെങ്കിൽ 1977 ഫാഷൻ ഷൂട്ടിംഗ് ഫാക്ടറിയിൽ നിന്നുള്ള തുണി നിർമ്മാണ കമ്പനി രാജസ്ഥാനിൽ ഗുരുവായൂരിൽ ആരംഭിച്ചത്. അപ്പൊ എത്ര വർഷം എക്സ്പീരിയൻസ് ആയി? 77 ആരംഭിച്ച കമ്പനിയാണ്. ആ കമ്പനി 2000 ആർസി എന്നുള്ള ബ്രാൻഡിന്റെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കടന്നു. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ബിസിനസ് രംഗത്തുണ്ട്. തിരുവനന്തപുരം ചർച്ച സെക്കൻഡ് ഗാന്ധി എന്നറിയപ്പെടുന്ന നമ്മുടെ മഹനീയനെ നല്ലൊരു കയ്യേറി വെക്കാം. 25 വർഷമായിട്ട് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തലയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷണറിയായ വ്യക്തിയുടെ ആ ഒരു കാഴ്ചപ്പാടുകൊണ്ടാണ്. എന്താണ് വിഷണറി എന്ന് പറഞ്ഞാൽ? വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ആൾക്കാരാണ് വിഷണറി, അല്ലെ? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്ന് ആദ്യം പറയാൻ കാരണം, ഇന്ത്യയിലെ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗൈഡ് ലൈൻസ്, ആ ഗൈഡ് ലൈൻസ് 100% പാലിക്കുന്ന ഒരേ ഒരു കമ്പനി. ഗൈഡ് ലൈൻസ് ഇപ്പോൾ വന്നത്, ആർസിയുടെ ഗൈഡ് ലൈൻസ് വന്നത് 25 വർഷം മുമ്പാണ്. അതാണ് വിഷണറി. 25 വർഷം മുമ്പ് നിയമാവലി ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അന്ന് മുതലേ പ്രവർത്തനം ആരംഭിച്ച ഒരു വ്യക്തിയാണ്. കൈയെടുത്ത് മതിയോ? ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ASEAN, the only dancing company with the biggest infrastructure, biggest distribution network. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്ന വലിയ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. ക്വാളിറ്റി കോസ്റ്റ്, ക്വാളിറ്റി പ്രൊഡക്റ്റ്, റീസണബിൾ പ്രൈസ്. ഇതാണ് ആസിന്റെ പ്രത്യേകതകൾ. 100% ഇന്ത്യൻ കമ്പനിയാണ്. ആസിന്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ നോക്കാം. സാധാരണ ഒരു കമ്പനിയുടെ ലക്ഷ്യം എന്തൊക്കെയാ? നമ്പർ 1 ആവുക, ടേൺ ഓവർ കൂട്ടുക, അല്ലെ? പൈസ ഉണ്ടാക്കുന്നത് മാത്രമല്ലെങ്കിൽ ആസിന്റെ ലക്ഷ്യങ്ങളിൽ കാണുന്നതാണ് ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണം, സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത, വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. ഇന്നെല്ലാം ഹെൽത്തി ആണെന്ന് ഉറപ്പുണ്ടോ? അല്ലെ? ഇവിടെ എത്ര ആൾക്കാർ ഹെൽത്തി ആണെന്ന് ഉറപ്പിച്ച് പറയും? ഡോക്ടർ ആൻസർ വിശ്വാസത്തില്ല ഹെൽത്തി ആണെന്നുള്ള കാര്യമില്ല. 100%. എന്തുകൊണ്ട് ഹെൽത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം, ഹെൽത്ത് ചാലഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. ആർസി ഓഫർ ചെയ്യുന്നതിനാണ് ശുദ്ധമായ തനിമയുള്ള മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ 100% ന്യായീകരിക്കുന്നതെന്നും ആരോഗ്യ ഉറപ്പുവരുത്തുന്നു. സെൽഫ് ഡിപെൻഡൻസ്, സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത, സ്വന്തം കാലിൽ നിന്ന് വരുമാനം, ആരെയും ആശ്രയിക്കാതെ, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, സ്വന്തം ഇച്ഛാശക്തിക്ക് അനുസരിച്ച് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കുക. സെൽഫ് റിലയൻസ്. വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. ആർസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സ്ത്രീ ശാക്തീകരണം. ആർസിന് വരുമാനം വെച്ചുകൊണ്ടിരിക്കുന്ന 60% ആൾക്കാർ സ്ത്രീകളാണ്. ഈ ഫോണിൽ എണ്ണം വിട്ടാൽ 60% ആൾക്കാർ സ്ത്രീകളാണ്. എനിക്ക് നേരിട്ട് കാണാൻ കഴിയും. 60% ആൾക്കാർ സ്ത്രീകളാണ്. നല്ലൊരു കൈകാര്യം സ്ത്രീകൾക്ക് കൊടുക്കാം. സ്ത്രീ ശാക്തീകരണം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ? രാഷ്ട്രീയ പാർട്ടികളുടെ, സാമൂഹിക സംഘടനകളുടെ സ്ത്രീ ശാക്തീകരണം എന്നുള്ള വാക്കടക്കിലേക്ക് പറയാറുണ്ട്. അതിനുവേണ്ടി പല പദ്ധതികളും ആവിഷ്കരിക്കാറുണ്ട്. പക്ഷെ ഒരു സ്ത്രീ എങ്ങനെ ശാക്തീകരിക്കപ്പെടും? എങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരിക്കാം? ഈ ഒരു സ്ത്രീ ശാക്തീകരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് 3 തലങ്ങളിൽ ശാക്തീകരിക്കപ്പെടണം. 1 സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കപ്പെടണം, 2 സാമൂഹികമായിട്ട് ശാക്തീകരിക്കപ്പെടണം, 2 ആരോഗ്യപരമായിട്ട് ശാക്തീകരിക്കപ്പെടണം. ഈ 3 സാധ്യമാക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനവാസികളാണ്. സ്ത്രീകളുടെ ഏറ്റവും ചലഞ്ചിത ചലഞ്ച് വയ്യ. അതിന്റെ ചലഞ്ച് ഏറ്റവും വയ്യ, അല്ലേ? വയ്യ എന്ന് പറഞ്ഞു വിട്ടു. എന്താ വയ്യയുടെ കാരണം? വയ്യയുടെ കാരണം രക്തമില്ല. രക്തമില്ലാത്ത കാരണം എന്താ? രക്തം ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കുന്നില്ല. അതിനൊക്കെ കഴിയാത്ത കാരണം എന്താ? സാധനം കിട്ടാനില്ല. കിട്ടിയാലേ കഴിക്കുള്ളൂ. കഴിക്കുമോ? നമുക്ക് ചിക്കനും മന്തിയൊക്കെ വേണ്ടേ, അല്ലെ? അല്ല, ചീര മൃഗത്തിലൊക്കെ കാര്യം കഴിക്കും. ഹീമോഗ്ലോബിൻ ഇല്ല. അതാണ് പ്രധാന പ്രശ്നം. അതാണ് ക്ഷീണം വരുന്നത്. ആർസിന്റെ ഉൽപ്പന്നങ്ങളോ 100% എക്സിറ്റ് ഉറപ്പ് വരുന്നത്. ഞാൻ കിടക്കുന്നത് ആൻസറിലൂടെ വരുന്നത് പറഞ്ഞത് 100% ആരോഗ്യം ഉറപ്പ് വരുന്നു. സാമ്പത്തികമായിട്ട് സ്വന്തം കാലത്ത് അവരുടെ അക്കൗണ്ടിൽ 5 പൈസ ഉണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് എനിക്ക് ആവശ്യമുള്ള ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ ഉണ്ടോ? എനിക്ക് ചെറിയ ആവശ്യത്തിന്, എന്റെ പേഴ്സണൽ ആവശ്യത്തിന്, എന്റെ വസ്തുവിന് നേരെ കൈ ഇടണമെന്ന് ആവശ്യപ്പെടുന്ന സ്ത്രീ ഉണ്ടോ? ആഗ്രഹിക്കാത്ത സ്ത്രീ ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഉറപ്പ് വരുത്തുന്ന അവസ്ഥയായി. ആണുങ്ങൾക്ക് കൊടുക്കുന്ന അതേ പൈസ വ്യത്യാസമൊന്നുമില്ല. ഈ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര വരുമാനം കുറവാണ്, ഈ പുരുഷന് കിട്ടുന്ന അത്രയും കിട്ടില്ല. പുരുഷന്മാരെക്കാളും വരുമാനം വായിക്കുന്ന ആൾക്കാർ ഇനി ഹോളിലുള്ള അവസ്ഥയിൽ ധാരാളം ആൾക്കാരുണ്ട്. 100% വരുമാനം ഉറപ്പിച്ചിരിക്കുന്നു. സാമൂഹികമായിട്ട് നീ കാണാം, സ്റ്റേജിൽ കാണാം, ധാരാളം സ്ത്രീകൾ സ്റ്റേജിൽ കാണാം. അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയുന്ന, എനിക്ക് എന്റെ ജീവിതം ഇല്ലെന്നും എന്റെ ജീവിതം എങ്ങനെ അടുക്കളയിൽ തീർക്കാനുള്ളതാണെന്നും ചിന്തിച്ചിരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. സ്റ്റേജിൽ കയറി 100 കണക്കിന് 1000 ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുന്നു. അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു ചേഞ്ച് ചെയ്യാവുന്നത്. അതാണ് സ്ത്രീ ശാക്തീകരണം. ആ സ്ത്രീ ശാക്തീകരണത്തിന് നല്ലൊരു കയ്യിൽ നോക്കാവാം. കയ്യിൽ നോക്കാം. ഈ കമ്പനിയുടെ പ്രൊഫൈൽ കമ്പനിയുടെ ക്രെഡിബിലിറ്റി പറയുകയാണെങ്കിൽ 2000 ആരംഭിച്ച കമ്പനി ഒരു പ്രൊഡക്റ്റ് ആരംഭിച്ചു. ഇന്ന് 4000-ലധികം പ്രൊഡക്റ്റുകൾ, എല്ലാ സിംഗിളുകളും പ്രൊഡക്റ്റുണ്ട്. 2030 ആകുമ്പോഴേക്ക് എവിടെ നിന്ന് പറയാൻ പറ്റില്ല. ഒരു ഫാക്ടറി ആരംഭിച്ച കമ്പനിക്ക് ഇതിനേശം
100-ലധികം സ്വന്തം ഫാക്ടറികൾ, ഒരു ഡിപ്പോയിൽ ആരംഭിച്ചു 190 സ്വന്തം ഡിപ്പോകൾ, ഒരു സ്റ്റേറ്റ് ആരംഭിച്ചത് 22 സ്റ്റേറ്റുകളിൽ, ഒരു വണ്ടർവേൾഡ് ആസിന്റെ ഷോപ്പിൽ ആരംഭിച്ചത് 15,000 ഷോപ്പുകൾ, ആസിന്റെ വണ്ടർവേൾഡ് വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ 30 വണ്ടർവേൾഡ് നിലവിലുണ്ട്. ഒരു ഡിസ്പ്ലേ വാൾ, വീടുകളിൽ നടന്ന ഡിസ്പ്ലേ വാൾ, ഹോം ഷോപ്പിൽ ആരംഭിച്ച 1.5 ലക്ഷം വരെ ഡിസ്പ്ലേ വാളുകളും ഒരു മെമ്പർ ആരംഭിച്ച് 4 കോടിക്ക് വരെ മെമ്പർമാരുമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നവര് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് സ്ഥിതി എന്തായിരിക്കും പറയാൻ കഴിയില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. അത്ര വലിയ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്സിറ്റി കമ്പനിയാണ് ആസിയ. അതിന്റെ പ്രത്യേകതകളാണ് ഡെയിലി യൂസബിൾ ആണ്, ഹൈ ക്വാളിറ്റി ആണ്, ഹെൽത്ത് സപ്പോർട്ടീവ് ആണ്, റീസണബിൾ പ്രൈസ് ആണ്. ഇതാണ് ആസിയന്റെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത. ഡെയിലി യൂസബിൾ ആണ്, എന്നും നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, ഹെൽത്ത് സപ്പോർട്ടീവ് ആണ്, ഉന്നത ഗുണനിലവാരമുള്ളതാണ്, ന്യായവിലയാണ് ആസിയന്റെ ഉൽപ്പന്നങ്ങളും. ആസിയന്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റുകളാണ് ബിൽവാരയിലും ഉത്തരാഖണ്ഡിലും ഗുവാഹട്ടിയിലെ പ്ലാന്റുകളാണ്. ആസിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസിയൻ വേൾഡ്, രാജസ്ഥാനിലെ ബിൽവാരയിലാണ് ആസിയൻ വേൾഡ്. ആസിയൻ വേൾഡ് കണ്ടെത്ര ആൾക്കാരുണ്ട്? ധാരാളം ആളുകൾ ആസിയൻ വേൾഡ് കണ്ടിട്ടുണ്ട്. ഞാൻ 4 വർഷം കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഓരോ ഫാക്ടറികളും ഓരോ ഫാക്ടറി ചെല്ലുന്നതും നമുക്ക് വ്യത്യസ്തമായ ഫാക്ടറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഓരോ പ്രോസസ്സ് നമുക്ക് നേരിട്ട് കാണാം. നിങ്ങൾ ആലോചിക്കുള്ളൂ, നിങ്ങൾ സ്ഥിരമായിട്ട് അച്ചാറും പപ്പടവും വാങ്ങിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ഫാക്ടറി മാക്സിമം അച്ചാറും പപ്പടമൊക്കെ അല്ലേ? ആ ഫാക്ടറിയിൽ ഞാൻ നിങ്ങൾ അച്ചാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, എനിക്ക് പ്രോസസ്സിംഗ് കാണണമെന്ന് പറഞ്ഞാലോ വാങ്ങിച്ച് ഉപയോഗിച്ചോളി, കാണാതെ കിടക്കുന്നുണ്ട് അല്ലേ? ഇതല്ല, എല്ലാം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുക. ഒക്കെ ട്രാൻസ്പെറന്റ്. ആസിന്റെ പ്രത്യേകത ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. എല്ലാം നമ്മളെ ട്രാൻസ്പെറന്റ് മുമ്പിൽ കാണിച്ചു തരുന്നു. ഓരോ ഫാക്ടറിയും അതിന്റെ ഇൻസ്ട്രുമെന്റ്, കെമിക്കൽ, മൈക്രോബയോളജി ലാബുകൾ, ഓരോ പ്രൊഡക്റ്റുകളും ഓരോ സ്റ്റേറ്റിലും അതിന്റെ ഓരോ ഘട്ടത്തിലും അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്താണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഡിപ്പോകള്, വണ്ടർവേൾഡ്, ഡിസ്പ്ലേ വാളുകൾ, വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്. ആസിന്റെ പ്രത്യേകത വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ആണ്. ആസിന്റെ പ്രോഡക്റ്റ് റേഞ്ച് ആണ് ആസിന്റെ പ്രത്യേകത. എല്ലാ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ആസിന് ലഭ്യമാണ്. ഗുഡ് വേർഡ്സ് ആസിനോട് മാത്രം കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഗുഡ് വേർഡ്. ഇറച്ചിക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന വീഗനായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഗുഡ് വേർഡ് ഉൽപ്പന്നങ്ങൾ. ന്യൂട്രീഷൻ സപ്ലിമെന്റ്, വേൾഡ് ക്ലാസ് ന്യൂട്രീഷൻ സപ്ലിമെന്റ്. കഴിഞ്ഞ ദിവസം ആസിന് പൊട്ടിമുടയാക്കി വലിയ പൊട്ടിക്കൊടുത്ത സമയത്ത് അദ്ദേഹം അന്താഴ്ച ചോദിച്ചു, റിയലി ഇതിനാണ് പ്രൈസ്. കാരണം അദ്ദേഹം ഇത്രയും കാലം ഉപയോഗിച്ച മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രൈസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിന് 3 ഉള്ളൂ, പക്ഷെ കണ്ട നയങ്ങൾ ഒരുപാട് മുകളില്ല. അദ്ദേഹം വീണ്ടും എന്നോട് ചോദിച്ചു, റിയലി ഇതിനുള്ള പ്രൈസ് സത്യം. അപ്പൊ അൺകമ്പയറബിൾ ആണ് ആസിന്റെ ഉൽപ്പന്നങ്ങൾ. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ കൾച്ചറിലും ഇന്ത്യൻ പ്രൈസിലുള്ള ഉൽപ്പന്നങ്ങൾ. അതാണ് ആസിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ ആസിൽ കൂടെ വന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രൊഡക്റ്റ് ഈ വലിക്കാൻ കിട്ടാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ വലിക്ക് കിട്ടില്ല. കീസോ, ലോകോത്തര നിലവാരമുള്ള കോസ്മെറ്റിക് ഐറ്റംസ്. കീസോ ലേഡീസിന് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടെ തരുന്നു. നമുക്ക് വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കീസോ ഉപയോഗിച്ച് വന്ന ആൾക്കാരോടെ ഹോളൊന്ന് കീസോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാർ കീസോ ഉപയോഗിക്കുന്നുണ്ട്. ഹരിതജീവി, ഓർഗാനിക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ, ഹരിതജീവി നമുക്ക് തരുന്നു. അവർ ഫുഡ് പ്രൊഡക്റ്റുകൾ, എല്ലാ മേഖലയിൽപ്പെട്ട ഫുഡ് പ്രൊഡക്റ്റുകൾ, ശുദ്ധമായ തനിമയുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ എല്ലാം നമുക്ക് ഒരു ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെയുള്ള എല്ലാ പ്രൊഡക്റ്റുകൾ, ഹോം കെയർ പ്രൊഡക്റ്റുകൾ, റെഡിമെയ്ഡ് ഗാർമെന്റ്സുകൾ, ഇന്നർ വെയർസുകൾ, ഫുഡ് വെയർസുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് ട്രാവൽ ആൻഡ് ബൈക്ക് അക്സസറീസ്, അങ്ങനെ തുടങ്ങി നമുക്ക് നിത്യം ആവശ്യമുള്ള എല്ലാ സാധനവും. ഞാൻ ഡീലിംഗല്ല, എന്റെ ശരീരത്തിൽ ആവശ്യമില്ലാത്തൊരു സാധനമില്ല, എല്ലാ സാധനവും ആവശ്യമാണ്. 100%. നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോകാറില്ലേ? അല്ലെ, നമ്മളൊക്കെ വ്യത്യസ്തമായ ഹൈപ്പർ മാർക്കറ്റുകൾ, വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകാറുണ്ട്. ലുലുവിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ നെസ്റ്റോയിൽ പോകാറുണ്ട്, പല പോകാറുണ്ട്. അവിടേക്ക് എന്താ കാണാൻ ഹൈപ്പർ മാർക്കറ്റിൽ? വ്യത്യസ്ത കമ്പനികളുടെ വ്യത്യസ്ത ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഉപ്പാണെങ്കിൽ പല കമ്പനിയുടെ ഉപ്പുണ്ടാവും, ആട്ടാണെങ്കിൽ പല കമ്പനിയുടെ ഉപ്പുണ്ടാവും. എന്നാൽ ആസിയയുടെ ഹൈപ്പർ മാർക്കറ്റിൽ ആസിയ ചുവപ്പ് എന്താ കാണാൻ? ഒറ്റ ബ്രാൻഡ് ആസിയ. ഒരു സിംഗിൾ ബ്രാൻഡിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് തുറന്ന ശേഷിയുള്ള ലോകത്തിലെ വൺ ആൻഡ് ഓൺലി കമ്പനിയാണ് ആസിയ. ഇത്രയും വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് ഒരു സിംഗിൾ ബ്രാൻഡിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ്, അതിന്റെ ഓണേഴ്സ് ആണ് നമ്മൾ. ഈ എല്ലാ പ്രോഡക്റ്റും നമുക്ക് കൈകാര്യം ചെയ്യാം. വളരെ പ്രത്യേക മറ്റേതോ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ള നമുക്ക് യാതൊരു മെച്ചവുമില്ല. തീരില്ല. ആസിന്റെ പ്രൊഡക്റ്റ് റേഞ്ച് നമുക്ക് തീരില്ല. നമുക്ക് എന്തൊക്കെ മെച്ചമുണ്ട് ആസിയങ്ങൾ? ഡിസ്കൗണ്ട് കിട്ടും. ആസിയ കാരണം വാങ്ങിച്ചാൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും, ഫ്രീ പ്രോഡക്ട്സ് കിട്ടും, 6 മാസം കൂടുമ്പോൾ ക്യാഷ് റിവാർഡ് കിട്ടും, സെയിൽസ് മാസത്തിന് കമ്മീഷൻ കിട്ടും, ഷോപ്പ് ബേസിന് കമ്മീഷൻ കിട്ടും, കമ്മീഷൻ ബേസിന് പെർഫോമൻസ് കിട്ടും, മന്ത്ലി ബോണസ് കിട്ടും, ആനുവൽ ബോണസ് കിട്ടും, ടാർഗറ്റ് ഓഫേഴ്സ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആസിന്റെ പ്ലാനുകൾ കിട്ടും. നമുക്ക് ഇൻകം പ്ലാൻ നോക്കാം. വിശദമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ലൈഫിൽ ചേഞ്ച് ആക്കാൻ പറ്റുന്ന പ്ലാനാണ് നമ്മുടെ പ്ലാനുള്ളത്. നമുക്ക് 45% ഇൻസെന്റീവ്. ഞാൻ തുടക്കത്തിൽ കാണുന്ന സ്ലൈഡില് ഒരു 60% കാശ് കച്ചവടക്കാർക്കും പരസ്യക്കാർക്കും കാണില്ലേ? ഇവിടെ നമുക്ക് ആശ്രയിലേക്ക് വന്നാൽ അതിൽ 45% വരെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് തിരിച്ചു വരും. 2-22% പെർഫോമൻസ് ബോണസ് ആയിട്ട്, 8% റോയൽറ്റി ആയിട്ട്, 5% ടെക്നിക്കൽ ബോണസ് ആയിട്ട്, 2% വൈറ്റൽ ബോണസ് ആയിട്ട്, റോയൽറ്റി ഗ്രോത്ത് ബോണസ് 2%, ടെക്നിക്കൽ ഗ്രോത്ത് ബോണസ് 2%, ഫ്രീ പ്രൊഡക്ഷൻ റിവാർഡ്സ് 4%, മൊത്തം 45% നമുക്ക് ഈ സെന്റർ ലഭിക്കും. ഓരോന്ന് വ്യത്യസ്തമായി വെച്ചാൽ നമുക്ക് 5-6 ടൈപ്പ് ഇൻകം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് യൂസിൽ കൂടെ വരുമാനം കിട്ടും. മാർക്കറ്റിനേക്കാൾ പ്രൈസ് കുറവാണ്, സ്പോട്ട് ഡിസ്കൗണ്ട് ഉണ്ട്, കമ്മീഷൻ ബേസ്ഡ് PV, പ്രോഡക്റ്റ് ക്യാഷ് അവാർഡ് കിട്ടും,
CX കൂടെ ഷോപ്പ് ഓപ്പൺ ചെയ്താൽ ടീം ബില്ലിംഗിൽ മന്ത്ലി പ്രൊഡക്ഷൻ ആനുവൽ പ്രൊഡക്ഷൻ ഇത്രയും കിട്ടും. നമുക്ക് സെൽഫ് യൂസ് കിട്ടുന്ന വരുമാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നോക്കാം. ഈ 12 പ്രൊഡക്റ്റ് ചക്കി ബേസിക്കലി 3 ചായ, കോഫി, ബാത്ത് സോപ്പ്, ഹെർബൽ ഷാമ്പു, ഹെർബൽ പേസ്റ്റ്, ഡിഷ് വാഷ്, ബോഡി ടാഗ്, ഡിഷ് സോപ്പ്, വാഷിംഗ് പൗഡർ, സാൾട്ട്. ഈ 12 പ്രൊഡക്റ്റുകൾ ആശയം വരുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചുള്ള ആൾക്കാരുണ്ട്. ഉപയോഗിച്ചില്ല അവിടെ ഈ പ്രൊഡക്റ്റുകൾ ആശയം വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ചായ ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ലേ? ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? വേറെ പല കമ്പനികളാണ് ഉപയോഗിച്ചത്. ആ കമ്പനികൾ ഉപയോഗിച്ച് എത്ര രൂപ കൊടുത്തിരുന്നു? മാർക്കറ്റിൽ ഇപ്പൊ നിലവിലുള്ള പ്രൈസ് 1853 കൊടുക്കുന്നു. ഈ പ്രൊഡക്റ്റ് വീട്ടിൽ ആവശ്യമാണോ? ദിവസം നിത്യാവശ്യ സാധനമാണോ? അല്ലേ? സ്ഥിരമായിട്ട് ആവശ്യമുള്ള സാധനങ്ങളല്ലേ? നമ്മൾ കിട്ടുന്ന കാശ് കൊണ്ട് സ്ഥിരമായിട്ട് ഇതൊക്കെ വാങ്ങിക്കല് അല്ലേ? മാറ്റമില്ലല്ലോ. 1853 കിട്ടിയെങ്കിൽ ആശയം വന്നപ്പോൾ എത്ര രൂപ കിട്ടി? ഒരു മെമ്പർഷിപ്പ് എടുക്കണ്ട, 3 രൂപയ്ക്ക് ആശയം കടയിൽ വാങ്ങിച്ചാൽ 1550 രൂപ കിട്ടും. എത്ര രൂപ ലാഭം വന്നു? 19 രൂപ ലാഭമല്ലേ? ഇനി ആശയം മെമ്പർഷിപ്പ് എടുത്ത് വാങ്ങിച്ചാലോ 1286 രൂപ കിട്ടും. ലാഭത്തിന് പ്രോഫിറ്റ് ഓരോന്നിട്ട 463 രൂപ പ്രോഫിറ്റ്, ടോട്ടല് 567 രൂപ പ്രോഫിറ്റ്. ഒരു 12 സാധനം വാങ്ങിച്ചവരെ കിട്ടി. ഈ 12 സാധനം ആശയം വന്നാലും ഇല്ലെങ്കിൽ വാങ്ങണ്ടേ? കിട്ടുമോ? 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് 250 രൂപ കിട്ടുന്ന ലേഡി എനിക്കറിയാം. 12 മണിക്കൂർ ഷോപ്പിൽ ജോലി ചെയ്തിട്ട് 250 രൂപ. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 24 മണിക്കൂർ ജോലി ചെയ്താലാണ് ആ സ്ത്രീക്ക് ഈ പൈസ സമ്പാദിക്കാൻ കഴിയുക. ആണോ? അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? സെൽഫ് യൂസിലുള്ള വരുമാനത ആശയം സാധനം ഉപയോഗിച്ചാൽ മാത്രം വരുമാനം കിട്ടും. നമ്മുടെ വീട്ടിലേക്കുള്ള പർച്ചേസ് പാറ്റേൺ മാറ്റിയാൽ മാത്രമേ. നമ്മൾ ഇത്രയും കാലം വാങ്ങുന്ന കട ഒന്ന് മാറ്റിയാൽ മതി. ആകെ വരാൻ സാധ്യത ഒരു ബുദ്ധിമുട്ടെന്ന് അറിയോ? വീട്ടിലെ തൊട്ടുമുമ്പത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ 1 കിലോമീറ്റർ അപ്പം പോകേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രം സഹിച്ചാൽ മതി. സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റില്ല, ലാഭം കിട്ടും, സംശയം വേണ്ട. അതിന്റെ കൂടെ നമുക്ക് ഹിഡനായിട്ട് ലാഭം കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ പറയാത്തൊരു ഹിഡൻ ലാഭമുണ്ട്. എന്നറിയോ? ഒരു വർഷം എത്ര രൂപ മരുന്ന് ചെലവാക്കുന്നത്? എത്ര രൂപ മരുന്ന് ചെലവാക്കുന്നത്? ഒരു പനി വന്ന് എത്ര രൂപ ചെലവാ? പനിക്ക് ചെലവാക്കിയ ആൾക്കാരുണ്ടോ? ഒരു 1000 രൂപ നോട്ട് കൊടുത്താൽ ബാക്കിയൊന്നും കൊണ്ട് കിട്ടാണ്ടാവില്ല. ഇതോ ഗ്യാരണ്ടിയിട്ട് പറയാം, മരുന്നുകൾ വേണ്ട, അസുഖം വരില്ല, 100% ഗ്യാരണ്ടിയിട്ട് പറയാം. ഇനി നമുക്ക് കൺസിസ്റ്റൻസി ബോണസായിട്ട് നമുക്ക് ഈ സ്ലാബിൽ നമ്മൾ 100 PV മുതൽ 1499 PV വരെ വെച്ചാൽ 12% പ്രൊഡക്റ്റ് കിട്ടും. PV എന്താണെന്നുള്ളത് ലീഡേഴ്സ് പറഞ്ഞു തരും. നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ആ PVക്ക് നമുക്ക് ഇൻസെന്റീവ് കിട്ടുക. നമ്മൾ 1500 വാങ്ങിച്ചാൽ 1500 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 2000 വാങ്ങിച്ചാൽ 2000 പ്രൊഡക്റ്റ് കിട്ടും. 5000 രൂപ സാധനം വാങ്ങിച്ചാൽ 5000 പ്രൊഡക്റ്റ് കിട്ടും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒന്നാമത്തെ മാസം 1000 രൂപയുടെ സാധനം വാങ്ങിച്ചു, 1000 PV സാധനം വാങ്ങിച്ചു. 2-ാം മാസം 700 വാങ്ങിച്ചു, 3-ാം മാസം 300 വാങ്ങിച്ചു, 4-ാം മാസം 500 വാങ്ങിച്ചു. ഇങ്ങനെ ഇറഗുലർ വാങ്ങിക്കുന്ന വ്യക്തിയാണ്. ഒരു 4500 രൂപയുടെ PVയുടെ സാധനം ടോട്ടൽ വാങ്ങിച്ചു. അദ്ദേഹത്തിന് 12% വെച്ചിട്ട് 540 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അല്ലേ? ഇത്രയും കാലം കൊണ്ട് 6 മാസം കൊണ്ട് എത്ര രൂപ സാധനം വാങ്ങിച്ചു കഴിഞ്ഞു? എന്തെങ്കിലും ഫ്രീ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇനി നമുക്ക് റെഗുലേറ്റ് വാങ്ങാനാണല്ലോ ഈ സ്ലാബിൽ നമുക്ക് കിട്ടും. 1500 വാങ്ങിച്ചാൽ ധാരാളം ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കിട്ടില്ലേ? കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്റെ വീട്ടിലേക്ക് എനിക്ക് മാത്രം 24,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി. അതിശയപ്പെടുന്നുണ്ടോ? ഞാനത് കണക്ക് നോക്കിയോണ്ട് മനസ്സിലായി അതിനേക്കാളും കൂടി വാങ്ങിയ ആൾക്കാരാണ് നിങ്ങൾ ഒക്കെ വിളിക്കുന്ന ആൾക്കാർ. ഉറപ്പാണ്. നിങ്ങൾ കണക്ക് നോക്കി നോക്കും. ആർസിന്റെ വെബ്സൈറ്റിൽ എല്ലാ കാര്യങ്ങളും കണക്ക് സഹിതമുണ്ട്. ഈ സാമ്പത്തിക വർഷം ഇതുവരെ 19,000 ഫ്രീ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞു. ആർസിന് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഫ്രീ കിട്ടുന്നത്? ഞാൻ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന പച്ചക്കറി കടക്കാരൻ അല്ലെങ്കിൽ പലചരക്ക് കടക്കാരൻ വിഷുവിന് ഓണത്തിന് സാധനം വാങ്ങി കഴിയുമ്പോൾ കവറിലേക്ക് ഒരു 10 രൂപയുടെ പപ്പടം എടുത്തിരുന്നു. വളരെ ഭയഭക്തി ബഹുമാനത്തോടെ സന്തോഷത്തിൽ പപ്പടം, ഒരു 10 രൂപ പപ്പടം. അതിനപ്പുറത്ത് എന്ത് ഫ്രീ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഈ സാധനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല, അനാവശ്യമായിട്ടൊന്നുമില്ലല്ലോ. ഇതാണ് ആശയം. വളരെ സിമ്പിൾ ആണ്. ആശയം എന്ന് പറഞ്ഞാണ് വളരെ സിമ്പിൾ ആണ്. നമ്മളതിനെ പറഞ്ഞ് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കും പല ആൾക്കാർ. നമുക്ക് റീറ്റെയിൽ കൂടെ കിട്ടും, വിറ്റാൽ വരുമാനം കിട്ടും. എങ്ങനെ കിട്ടും? നമുക്ക് ഒരു എക്സാമ്പിൾ, ഡെയിലി 2000 രൂപയുടെ സാധനം, 2000 രൂപയുടെ സാധനത്തിൽ അപ്രോക്സിമേറ്റ്ലി 3500 രൂപയുടെ സാധനം, 2000 രൂപയുടെ സാധനം നമുക്ക് ഒരു മാസം 30 ദിവസം വിറ്റാൽ 60,000 രൂപയുടെ സാധനം വിറ്റാൽ ഏകദേശം ഒരു 1,05,000 സാധനം വിറ്റു. റീറ്റെയിൽ ഡെയിലി 3000 സാധനം വെച്ച് വിൽക്കുകയാണെങ്കിൽ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് 20%, 21,000 രൂപയും 60,000 ഇൻസെന്റീവ്, ആ കാണുന്ന സ്ലാബ് പ്രകാരം ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് 5,700 രൂപയും മൊത്തം 26,700 രൂപ. അതിലേക്ക് ഒരു 3,500 രൂപയുടെ സാധനം ഡെയിലി വിൽക്കാൻ പറ്റുകയാണെങ്കിൽ 26,700 രൂപ ലാഭം കിട്ടുമെങ്കിൽ ചെയ്തു നോക്കിയൂടെ? എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്? കുറച്ച് ആൾക്കാർ ചെയ്യുന്നുള്ളൂ അല്ലെ? എന്താ ചെയ്യാത്തെന്ന് അറിയോ? ചെയ്യാത്തതിന്റെ കാരണം, ആ കാരണത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം രക്ഷപ്പെടാത്തതിന്റെ കാരണം അത് തന്നെയാണ്. എന്താണെന്നറിയോ? അത് മറ്റുള്ളവർ വിചാരിക്കും മോശമല്ലേ, ഞാനിപ്പോ ഇങ്ങനെ സാധനമായിട്ട് പോവാ, ശരിയല്ലേ? അതൊന്നും മാറ്റിയാൽ ഇത്രയും കാലം നമ്മൾ രക്ഷപ്പെടാത്തതിന് കാരണം മറ്റുള്ളവരെ നോക്കിയിട്ടില്ല. നമ്മുടെ ഈഗോയും മടിയും ചമ്മലും നാണക്കേടും എന്തൊക്കെയോ ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് കളിക്കുക. അതൊക്കെ എടുത്ത് പുറത്ത് കളയണം, രക്ഷപ്പെടും. നോക്കി, ഇത്രയും സാധനങ്ങൾ കിട്ടാതെ ഇത്രയും പൈസ കിട്ടുമെങ്കിൽ എത്ര നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും? സുഖസുന്ദരമാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആർസൽ ഷോപ്പ് ഓപ്പൺ ചെയ്യാം. ആർസൽ ഷോപ്പ് നടത്തുന്ന ആൾക്കാരുടെ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ?
ധാരാളം ആൾക്കാർ ആർസിന്റെ ഷോപ്പ് നടത്തുന്നത്. ആർസിന്റെ ഷോപ്പ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് വണ്ടർ വേൾഡിലേക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് സ്ഥിര വരുമാനം ടീമില്ലേ. ഞാൻ എന്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് മുട്ടേ പറയേണ്ട കാരണം ഈ ഒരു പാസീവ് ഇൻകമാണ്. നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും സ്ഥിര വരുമാനം കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം, ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് ഫ്രീ പ്രൊഡക്ഷൻ ഡിസ്കൗണ്ട് മാത്രം ഉപയോഗിച്ചിരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. അല്ലേ, പ്രൊമോട്ട് ചെയ്തില്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഹിറ്റായ പടങ്ങളൊക്കെ ഇങ്ങനെ ഹിറ്റായത് പരസ്യം കൊണ്ടാണ് ഹിറ്റായത്? അല്ല, നമ്മൾ പറഞ്ഞിട്ടാ. നല്ലതാണ് നമ്മൾ പറഞ്ഞിട്ടാ, അല്ലേ? ധാരാളം ഹോട്ടലുകളുണ്ട്. ഹോട്ടലുകളിൽ തിരക്ക് കൂടുന്നത് എന്തുകൊണ്ടാ? പരസ്യം ചെയ്തിട്ടാണോ? നമ്മൾ പറഞ്ഞിട്ടാ. അങ്ങനെ പറഞ്ഞ പോലെ നമുക്കത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് വേണ്ടപ്പെട്ടത് പറയാം, പറയേണ്ട രീതിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ഒരു കസ്റ്റമേഴ്സിന് നെറ്റ്വർക്ക്, ഒരു ഉപഭോക്താക്കളുടെ കൂട്ടായ്മ ഉണ്ടാക്കി മാറ്റാം. എല്ലാ ബിസിനസ്സുകാർ ചെയ്യുന്നതിനാണ് ഉപഭോക്താക്കൾ കൂട്ടായ്മ ഉണ്ടാക്കാണ്. ആ കൂട്ടായ്മയുടെ വലുപ്പം അനുസരിച്ച് ഒരു കടയിൽ സ്ഥിരമായിട്ട് സാധനം വാങ്ങുന്ന ആളുകളുടെ എണ്ണമായിരിക്കും അയാളുടെ വരുമാനം, അല്ലെങ്കിൽ അയാൾ വാങ്ങുന്ന സാധനത്തിന്റെ വലുപ്പമാണ്. ആ ആളുകളുടെ എണ്ണം കൂടിയാലോ വരുമാനം കൂടും, തീർച്ചയായും കൂടില്ലേ? അപ്പൊ നമ്മുടെ കൂടെ, നമ്മുടെ കേരളത്തിൽ നമുക്ക് ശേഷം വരുന്ന ആൾക്കാരുടെ ഉപഭോക്താക്കളുടെ കൂട്ടായ്മ നമ്മൾ വലുതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സമയം, നമുക്ക് വരുമാനം കൂടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടീമിന്റെ, നമ്മുടെ ഒപ്പം വരുന്ന ടീമിന്റെ എണ്ണം കൂട്ടി നമ്മുടെ ബിസിനസ് വലുപ്പാക്കാം. അപ്പൊ എത്ര ആള് നമ്മുടെ കൂടെ വന്നു എന്നുള്ള ചോദ്യമല്ല, എത്ര ഇവിടെ കച്ചവടം നടന്നു, എത്ര ആള് കണക്കകത്ത് ഒന്നനുസരിച്ചാണ് വരുമാനം കിട്ടുക കടക്കാരന്, അല്ല എത്ര ഇവിടെ പർച്ചേസ് ആവും, അല്ലേ? അതേപോലെ ഇവിടെ എത്ര ആള് കൂടെ വന്നൊന്നുമില്ല. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എത്ര ആളെ ചേർത്തണം, ഞാൻ എത്ര ആളെ ചേർത്ത് വരുമാനം കിട്ടുക? ആളെ ചേർത്തലല്ല, കച്ചവടം. ഷോപ്പ് പോലെ നിങ്ങൾ ട്രഡീഷണൽ ബിസിനസ് ഷോപ്പും ആസിലും നിങ്ങളുടെ ഐഡിയയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്താൽ ആ ഷോപ്പിൽ എത്ര ആൾ കയറിയെന്നനുസരിച്ചുള്ള വരുമാനം കിട്ടുക, എത്ര ഇവിടെ പർച്ചേസ് ചെയ്തു. അതേപോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ എത്ര ആൾ ഒന്നുമില്ല, എത്ര ഇവിടെ പർച്ചേസ് ആകും. അപ്പൊ ആളെണ്ണം കൂടുമ്പോൾ ആളല്ല ഫാമിലിയുടെ എണ്ണം കൂടും. അങ്ങനെ പറഞ്ഞോളൂ, നമുക്ക് ഫാമിലിയിലേക്ക് വേണ്ട സാധനങ്ങളാണ്. അപ്പൊ ഫാമിലിയുടെ എണ്ണം കൂടുന്ന വെച്ചാൽ നമ്മുടെ പർച്ചേസ് വലുപ്പം കൂടും. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ടീം, നമുക്ക് 21 പി ലെവലുകളായിട്ട് നമുക്ക് ഒരു റെക്കഗ്നേഷൻ കമ്പനി നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. 21 ലെവലുകളും 21 ഇൻകവും 1000 രൂപ ദിവസം 1 കോടി വരെ വാങ്ങുന്ന ആൾക്കാരുണ്ട്.